നമസ്കാരം. മീൻസ് മീഡിയ വടയാറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലൂടെ ഹിന്ദി ഗ്രാമർ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ഹിന്ദിയിലെ കാൽ അഥവാ ടെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിലൂടെ നൽകുന്ന ഈ ക്ലാസ് നിങ്ങൾ പ്രയോജനപ്രദമാക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുകയും ചെയ്യുക. ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹിന്ദി പഠിക്കുമ്പോൾ ടെൻസിന് വളരെ പ്രാധാന്യമുണ്ട്. ടെൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ടെൻസ് क्रिया के जिस रूप से समय का बोध होता है उसे काल कहता है. काल के 3 भेद है. നമ്മൾ ക്രിയയുടെ സമയത്തെ ബോധിപ്പിക്കുന്നത്, ഏത് സമയമാണോ എന്നുള്ളത് ബോധം ജനിപ്പിക്കുന്നതാണ് കാൽ അഥവാ ടെൻസ് എന്ന് പറയുന്നത്. കാൽ കെ 3 भेद है. काल 3 വിധത്തിലുണ്ട്. एक वर्तमानकाल, 2 भूतकाल, 3 भविष्यत्काल. एक बार भी वर्तमानकाल, भूतकाल, भविष्यत्काल अथवा भाविकाल. समझा? वर्तमानकाल प्रेजेंट टेंस, जिसे क्रिया के वर्तमान में होने का बोध हो उसे വർത്തമാനകാൽ कहते हैं. പ്രസന്റ് ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് വർത്തമാനകാൽ. ഉദാഹരണം, മേം ലിഖ്താ ഹൂം, ഞാൻ എഴുതുന്നു. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വർത്തമാനകാൽ ഹെ. വ കാം കർത്താ ഹെ, അവൻ ജോലി ചെയ്യുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇതിനെ വർത്തമാനകാൽ എന്ന് പറയുന്നു. देखिए, वर्तमानकाल के 3 भेद है. ഈ വർത്തമാനകാൽ 3 വിധത്തിലുണ്ട്. देखिए, पहला सामान्य वर्तमानकाल, दूसरा संदिग्ध वर्तमानकाल और तीसरा तात्कालिक वर्तमानकाल. देखिए, पहले सामान्य वर्तमानकाल. इसे वर्तमान में होने वाली सामान्य क्रिया का बोध होता है. പ്രസന്റ് ആയിട്ട് നടക്കുന്ന സാമാന്യ ക്രിയകളുടെ ബോധം ജനിപ്പിക്കുന്നതാണ് വർത്തമാന കാലത്തിലെ സാമാന്യ ക്രിയയുടെ ബോധം ജനിപ്പിക്കുന്നതാണ് സാമാന്യ വർത്തമാനകാൽ. ഉദാഹരണം देखिए, वह पढ़ता है, അവൻ പഠിക്കുന്നു. वह आता है, അവൻ വരുന്നു. ഇത് സാമാന്യ വർത്തമാനകാലത്തിന് ഉദാഹരണങ്ങളാണ്. और देखिए, दूसरा संदिग्ध वर्तमानकाल. इसमें भी देखिए, इसे वर्तमान में होने वाली क्रिया में संदेह का बोध होता है. संशय. इसे वर्तमान में होने वाली क्रिया में संदेह का बोध होता है. ഒരു സംശയം തോന്നുന്നതാണ്. എന്നാൽ പ്രസന്റ് ടെൻസ് തന്നെയാണ്, അതിൽ നമുക്കൊരു സംശയം തോന്നുകയും ചെയ്യാം. ഉദാഹരണം देखिए, वह पढ़ता होगा, അവൻ പഠിക്കുകയായിരിക്കും. അവിടെ ഒരു സംശയമുണ്ട്. वह आता होगा, അവൻ വരികയായിരിക്കും. അവിടെ ഒരു പ്രസന്റ് തന്നെയാണ്, പക്ഷേ പ്രസന്റ് ടെൻസ് ആണെങ്കിലും ഒരു സംശയം ജനിപ്പിക്കുന്നതാണ്. വ പഠ്താ ഹോഗ, അവിടെ ഹോഗ ചേർത്തിട്ടുണ്ട്. संदिग्ध वर्तमानकाल. और तीसरा देखिए, तात्कालिक वर्तमानकाल में क्रिया के तुरंत और लगातार होने का बोध होता है. इसे क्रिया के तुरंत और लगातार होने का बोध होता है.
പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്, എന്നാൽ അതിനൊരു കണ്ടിന്യൂവേഷൻ, ഒരു തുടർച്ചയും ഉണ്ട്. തുരന്ത് ഔർ ലഗാതാർ. ദേഖിയേ ഉദാഹരൺ, വ പഠ് രഹാ ഹെ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നടക്കുന്നതാണ്, പക്ഷെ ഒരു കണ്ടിന്യൂവേഷനും ഉണ്ട്. പഠ് രഹാ ഹെ, പഠിച്ചുകൊണ്ടിരിക്കുന്നു. വ ആ രഹാ ഹെ, അവൻ വന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പഠ് രഹാ ഹെ, ആ രഹാ ഹെ, ഒരു കണ്ടിന്യൂവേഷനും ഉണ്ട്, എന്നാൽ ക്രിയ ഇപ്പം നടക്കുന്നതുമാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. ഭൂതകാൽ. ഭൂതകാൽ के 6 भेद है. ഭൂതകാലം 6 പ്രകാരത്തിലുണ്ട്. പഹല സാമാന്യ ഭൂതകാൽ. സാമാന്യ ഭൂതകാൽ. इसे क्रिया के समाप्त हो जाने का बोध होता है. क्रिया के समाप्त हो जाने का बोध होता है. ഒരു ക്രിയ പൂർണ്ണമായതിൻ്റെ ബോധം ജനിപ്പിക്കുന്നതാണ് സാമാന്യ ഭൂതകാൽ. ഉദാഹരണം ദേഖി, മേനെ ദേഖ, ഞാൻ കണ്ടു. ആ ക്രിയ അവിടെ പൂർണ്ണമായി. क्रिया के समाप्त हो जाने का बोध होता है. मैंने देखा. ये सामान्य भूतकाल है. और दूसरा देखिए, आसन्न भूतकाल. आसन्न भूतकाल, इसे क्रिया के तुरंत समाप्त होने का बोध होता है. इसे क्रिया के तुरंत समाप्त, പെട്ടെന്നുള്ള സമാപനത്തെ സൂചിപ്പിക്കുന്നതാണ് ആസന്ന ഭൂതകാൽ. ഉദാഹരണം ദേഖിയേ, മേനെ ദേഖാ ഹെ, ഞാൻ കണ്ടിട്ടുണ്ട്. तुरंत होने का बोध होता है. समझा? तीसरा देखिए, संदिग्ध भूतकाल. संदिग्ध भूतकाल, इसे क्रिया के होने में संदेह होता है. संदिग्ध, संदेह. इसे क्रिया के होने में संदेह होता है. ഒരു സംശയം തോന്നിപ്പിക്കുന്നതാണ് संदेह, സംശയം. और पूर्ण भूतकाल, इसे क्रिया की पूर्ण समाप्ति का बोध होता है. പൂർണ്ണമായ സമാപനത്തെ സൂചിപ്പിക്കുന്നതാണ് പൂർണ്ണ ഭൂതകാലം. और अपूर्ण भूतकाल, പേരിൽ തന്നെ ഉണ്ട് അപൂർണ ഭൂതകാലം. इसे क्रिया की अपूर्णता का बोध होता है. ഇതിൽ ക്രിയയുടെ ഒരു അപൂർണത സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ അപൂർണ ഭൂതകാൽ എന്ന് പറയും. और अंत में एक बाकी है हेतु हेतुमत भूतकाल. हेतु हेतुमत भूतकाल, ഇതൊരു പ്രത്യേകതയുണ്ട്. ഉദാഹരണം നോക്കുമ്പോൾ അത് മനസ്സിലാവും. इसे किसी कारणवश क्रिया की पूर्णता या अपूर्णता दोनों का बोध होता है. ഇതിലെ ഒരു ക്രിയയുടെ പൂർണ്ണതയും അപൂർണതയും ഒരു കാരണത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഉദാഹരണം ദേഖിയേ, വ ആത്താ തോ മേം ജാത്ത. വ ആത്താ തോ മേം ജാത്ത, അവൻ വരികയാണെങ്കിൽ, അവൻ വരികയാണെങ്കിൽ ഞാൻ പോകും. അവിടെ അവൻ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അപ്പം അവൻ വരികയാണെങ്കിൽ ഞാൻ പോകും എന്നർത്ഥം വരുന്ന വ ആത്താത്തോ മേം ജാത്ത. അവൻ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ പോകില്ല. അവിടെ ഒരു സംശയമുണ്ട്. അവൻ വന്നാൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. വ ആത്താത്തോ മേം ജാത്ത. ഏ ഹേതു ഹേതുമത് ഭൂതകാൽ ഹേ. സമझा? വിൻസ് മീഡിയ വടയാറിൻ്റെ ഈ 5ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.